നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിൽ. കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചു വന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാൽ. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറികൾക്ക് നൽകുന്ന ഡെസ്ക്ടോപ്പുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. തലശ്ശേരി സീതി സാഹിബ് റോഡിൽ കെട്ടിയ കൊച്ചിൻ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് ഇടിഞ്ഞ് അപകടം. അശാസ്ത്രീയമായി നിർമ്മിച്ച വീട്ടുമതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞതെന്ന് നാട്ടുകാരുടെ ആരോപണം. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ഭാവി വികസനം ലക്ഷ്യമാക്കി 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്നതിന് അടിയന്തര പ്രപ്പോസൽ സമർപ്പിക്കും. തീരുമാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. വാർത്തകൾ വിശദമായി. ജില്ലയിൽ 3 ദിവസമായി നീണ്ടുനിൽക്കുന്ന കനത്ത മഴ ജനജീവിതത്തെ സാരമായി ബാധിക്കുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായി. പലയിടങ്ങളിലും കൃഷിനാശം വ്യാപകം. വൈദ്യുതി ബന്ധവും താറുമാറായി. കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണ് പലയിടത്തും വാഹന ഗതാഗതവും വൈദ്യുതി ബന്ധവും താറുമാറായി. അടിയന്തര സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേനയെയും ഫയർഫോഴ്സും ശക്തമായ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും തീരദേശ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ കനത്ത കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മെയ് 30 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചു വന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി കെ.എൻ. ബാലഗോപാലൻ. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറികൾക്ക് നൽകുന്ന ഡെസ്ക്ടോപ്പുകളുടെയും പുസ്തകങ്ങളുടെയും വിതരണോദ്ഘാടനവും വായനശാലകളും സാമൂഹ്യ ഇടപെടലുകളും എന്ന വിഷയത്തിൽ നടന്ന സെമിനാറും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചു വന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയും എന്ന് മന്ത്രി പറഞ്ഞു. മനുഷ്യന്റെ മാനവികമായ മനസ്സിനകത്തുനിന്ന് വരുന്ന പരസ്പര ബന്ധങ്ങളുള്ള കാര്യങ്ങളൊന്നും വരില്ല. വായനയ്ക്കും ആ പ്രത്യേകതയുണ്ട്. വായന എല്ലാം ഒരു ഏറ്റവും ഘടനാപരമായ വളരെ കൃത്യമായിട്ട് തയ്യാറാക്കിയ ഒരു സാധനം. അത് സിനിമയായിക്കോട്ടെ, കഥയായിക്കോട്ടെ, നോവലായിക്കോട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നുണ്ട്. എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ഏത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നാലും തകരാതെ നിൽക്കുന്ന മേഖലകൾ എന്ന് പറഞ്ഞാൽ ആർട്ടും കൾച്ചറും സ്പോർട്സും ആണെന്ന് എല്ലാവരും പറയാറുണ്ട്. ഡോക്ടർ വി ശിവദാസൻ MP അധ്യക്ഷനായി. വായനശാലകളെ പ്രാദേശിക വിനോദ വിജ്ഞാന വികസന കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിനായി ഇന്ത്യൻ ലൈബ്രറി കോൺഗ്രസിന്റെ നിർദ്ദേശങ്ങളുടെ പ്രചരണം കൂടി പരിപാടിയോടനുബന്ധിച്ച് നടന്നു. വായനശാലകൾക്ക് സാമൂഹ്യ പുരോഗതിക്കായി ഇടപെടാനുള്ള പ്രായോഗിക പ്രവർത്തന രീതികൾ പരിചയപ്പെടുത്തുന്നതിനാണ് പീപ്പിൾസ് മിഷന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ലൈബ്രറി കോൺഗ്രസിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടവയ്ക്കുള്ള കമ്പ്യൂട്ടറുകളും പുസ്തകങ്ങളുമാണ് പരിപാടിയിൽ വിതരണം ചെയ്തത്. 20 കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും കൂടാതെ 50-ലധികം വായനശാലകൾക്ക് 10,000 രൂപയിലധികം വില വരുന്ന പുസ്തകങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. SBI മിഷന്റെ പ്രവർത്തനങ്ങൾക്കുള്ള പിന്തുണയായി വായനശാലകൾക്ക് കമ്പ്യൂട്ടറുകളും അനുബന്ധ ഉപകരണങ്ങളും അതോടൊപ്പം വായനശാലകൾക്ക് ഷെൽഫുകളും ടേബിളുകളും വാങ്ങുന്നതിന് CSR ഫണ്ടായി 20 ലക്ഷം രൂപയും അനുവദിച്ചു. 20 ലക്ഷം രൂപയുടെ ചെക്ക് SBI കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നനിൽ നിന്ന് പീപ്പിൾസ് മിഷൻ കൺവീനർ TK ഗോവിന്ദൻ മാസ്റ്റർ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ എന്നിവർ ഏറ്റുവാങ്ങി. കണ്ണൂർ ജില്ലയിലെ 12 വായനശാലകൾക്കാണ് ഡെസ്ക്ടോപ്പ് വിതരണം നടത്തിയത്. പരിപാടിയിൽ ഹിന്ദു പത്രത്തിന്റെ കുട്ടികൾക്കായുള്ള പതിപ്പ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ എന്നിവർ പ്രകാശനം ചെയ്തു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വായനശാലകളുടെയും ഭാരവാഹികൾ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രത്നകുമാരി, ജില്ലാ കളക്ടർ അരുൺ K വിജയൻ, സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് മുകുന്ദൻ മഠത്തിൽ, SBI കണ്ണൂർ റീജിയണൽ മാനേജർ അനൂപ് പ്രസന്നൻ, ദ ഹിന്ദു പത്രത്തിന്റെ കേരള മാർക്കറ്റിംഗ് ഹെഡ് സുരേഷ് പിള്ള, CP ഷാരോൺ തുടങ്ങിയവർ പങ്കെടുത്തു.
തലശ്ശേരി സീതി സാഹിബ് റോഡിൽ കെട്ടിയ കൂറ്റൻ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് ഇടിഞ്ഞ് അപകടം. കരിങ്കല്ല് കൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച വീട്ടുമതിലാണ് കനത്ത മഴയിൽ നിലം പതിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് തലശ്ശേരി സീതി സാഹിബ് റോഡിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി കരിങ്കല്ലിൽ കെട്ടിയ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് പതിച്ചത്. ഉയർത്തിക്കെട്ടിയ മതിലിന് മുകളിൽ ഏറെ കനമുള്ള മെറ്റൽ ഷീറ്റും പാകിയിരുന്നു. ഷീറ്റ് ഉൾപ്പെടെയാണ് തകർന്നു വീണത്. അപകടത്തിൽ സജ്ന സിദ്ദിഖ്, സൈബു സമീറ, ജാസ്മിൻ സിറാജ് എന്നിവരുടെ വീട്ടുമതിലും തകർന്നു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകട സമയത്ത് വീട്ടുകാർ വീടിനകത്തായിരുന്നതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇവർക്ക് വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. വീട്ടിന്റെ മുമ്പിലെ ഇത് സംഭവിച്ചിന്. ഇന്നലെ വൈകുന്നേരം 4:30 മണിയോടുകൂടിയാണ് ഒരു ഭയങ്കര ശബ്ദത്തോടു കൂടി ഇത് വീണത്. ഇത് ഒരു ചെറിയൊരു ലെവലിൽ കെട്ടുന്നേരം തന്നെ ഇത് ശരിയില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ ഒരു സ്റ്റേ ഓർഡർ കൊടുത്തിരുന്നു. ആ സ്റ്റേ ഓർഡർ കൊടുത്തതിന് ശേഷം എനിക്കൊരു റിപ്ലൈയും തരാതെ തന്നെ വീണ്ടും അതിൻ്റെ മേലയിൽ 2 ഉയരത്തിലെടുത്ത് അതിൻ്റെ മേലെ ഷീറ്റ് ഇട്ടതാണ് ഇത് സംഭവം. അതായിപ്പോൾ എല്ലാം കൂടി വീണിട്ടുള്ളത്. ഇതെൻ്റെ വഴിയാണ്. വഴിയിലും എൻ്റെ മുറ്റത്തും തന്നെയാണ് വന്ന് വീണിനത്. അന്നേരം തന്നെ കുറച്ച് സമയം മുന്നേ വരെ ഞാൻ മുറ്റത്തുണ്ടായിരുന്നു. എന്നിട്ട് ഞാനങ്ങ് കയറിയ ഉടനെ ഇത് വീണത്. മതിൽ നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്നും നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ നേരത്തെ തന്നെ പരാതി നൽകുകയും സ്റ്റേ ഓർഡർ ലഭിക്കുകയും ചെയ്തുവെങ്കിലും ഇതിനെയും മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നത്. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ മതിലിന്റെ കൂടുതൽ ഭാഗങ്ങൾ തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. എൻ്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇത്. ആ വഴിയിലാണ് മതിലിപ്പം ഇടിഞ്ഞു വീണത്. അപ്പം നമ്മൾ മതിൽ കെട്ടുന്ന സമയത്ത് തന്നെ നമ്മൾ മുനിസിപ്പാലിറ്റിയായിട്ട് നിയമപരമായിട്ടുള്ള എല്ലാ നീക്കങ്ങളും നടത്തിയതാണ്. പക്ഷേ മുനിസിപ്പാലിറ്റി നമ്മളെ പരാതികൾ വേണ്ടത്ര ഗൗരവത്തിലെടുക്കാതെ അതിനുശേഷം അവർ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് ഈ എതിർ കക്ഷികൾ ഹാജരാക്കി എന്ന് പറഞ്ഞിട്ടാണ് പിന്നീട് മതിൽ നിർമ്മാണത്തിന് അനുമതി നൽകിയത്. പിന്നെ അനുമതി നൽകിയതിന് ശേഷം ഇവർ ഒരു മാനദണ്ഡവും പാലിക്കാതെയാണ് പിന്നീട് എല്ലാ മതിലുകളും അവരെന്താക്കിയത് നിർമ്മിച്ചത്. അപ്പോൾ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ ഉള്ളടക്കത്തിന് വേണ്ടി ഞാൻ വിവരാവകാശ നിയമപ്രകാരം മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെടുകയും മുനിസിപ്പാലിറ്റി ഇന്ന് വരെയും അതെന്താക്കിയിട്ടില്ല, റിപ്ലൈ തന്നിട്ടില്ല. 27/3/2024 ഞാൻ പരാതി കൊടുത്തത്. അപ്പോൾ മുനിസിപ്പാലിറ്റിയും ഇവരും കൂടി നമ്മളെ അതായത് ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകുന്ന തരത്തിലുള്ള എല്ലാ കളികളും അവരെന്താക്കിയിട്ടുണ്ട്, കളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് നിയമപരമായിട്ട് എന്തായാലും നീങ്ങേണ്ടത് ഇമ്പോർട്ടൻ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മളിപ്പോൾ ഇനി മുന്നോട്ടേക്ക് പോകുന്നത്. സംഭവം റിപ്പോർട്ട് ചെയ്യാനെത്തിയ കണ്ണൂർ വിഷൻ റിപ്പോർട്ടർ നീതുവിനെ കരാറുകാരനൊപ്പമുണ്ടായിരുന്നയാൾ ഭീഷണിപ്പെടുത്തി. മതിലിന്റെ ദൃശ്യങ്ങൾ മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടെയാണ് ഇയാൾ ഭീഷണി മുഴക്കിയത്. ഫോണിൽ നിന്നും ദൃശ്യങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്തു. മാധ്യമപ്രവർത്തകയ്ക്ക് നേരെ വധഭീഷണി മുഴക്കിയതിൽ തലശ്ശേരി പ്രസ് ഫോറം അടിയന്തര യോഗം ചേർന്ന് പ്രതിഷേധിച്ചു. പ്രസിഡന്റ് നവാസ് മേത്തർ അധ്യക്ഷനായി. അനീഷ് പാദ്രിയാട്, പി ദിനേശൻ, രവി പാലയാട്, എൻ സിറാജുദ്ദീൻ, മണി പാറാൽ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയിലും കാറ്റിലും ചമ്പാട് മേഖലയിൽ വ്യാപക നാശം. 25ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. 15ഓളം വൈദ്യുത തൂണുകളും നിരവധി ലൈനുകളും തകർന്നു. മരങ്ങൾ കടപുഴകി വീണ് റോഡ് ഗതാഗതവും തടസ്സപ്പെട്ടു. ശനിയാഴ്ച മുതൽ പെയ്യാൻ ആരംഭിച്ച മഴയും ഇടയ്ക്കിടെ വീശിയടിച്ച കാറ്റുമാണ് ചമ്പാട് മേഖലയിൽ നാശം വിതച്ചത്. ശനിയാഴ്ച വൈകിട്ട് കൂറ്റൻ തണൽമരം കടപുഴകി വീണ് 3 വൈദ്യുതി തൂണുകൾ തകർന്ന് മേലെ ചമ്പാട് ഗതാഗതം നിലച്ചു. ചമ്പാട് കൂരാറ റോഡിൽ മനയത്ത് വയലിലാണ് മരം കടപുഴകി വീണത്. റോഡിന്റെ പാർശ്വഭാഗം ഇടിഞ്ഞു താഴ്ന്നതോടെ ഇതുവഴിയുള്ള ഗതാഗതം ഏറെ നേരം മുടങ്ങി. കതിരൂരിൽ നിന്നും KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുത പോസ്റ്റ് നീക്കി അപകട സാധ്യതകൾ ഒഴിവാക്കി. ഞായറാഴ്ചയും ചമ്പാട് മേഖലയിൽ കാറ്റ് നാശം വിതച്ചു. 10:30 വീശിയടിച്ച കാറ്റിലാണ് നാശനഷ്ടമുണ്ടായത്. കൂറ്റൻ വേങ്ങമരം കടപുഴകി വീടിനു മുകളിൽ വീണു. പാനൂരിലെ സ്റ്റാർ ഹെൽത്ത് ജീവനക്കാരനായ താഴെ ചമ്പാട്ടെ പ്രിയാനിവാസിൽ PP പ്രിയങ്കിന്റെ വീടിന് മുകളിലാണ് മരം വീണത്. വീടിന്റെ സൺഷെയ്ഡ് ഉൾപ്പെടെ തകർന്നു. ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കുറുമ്പന്റവിട മനോജിന്റെ വീടിനും മരം വീണ് കേടുപാടുണ്ടായി. താത്തിത്ത് ബാലന്റെ വീടിന് കവുങ്ങു വീണ് നാശനഷ്ടമുണ്ടായി. ചമ്പാട് പുഞ്ചക്കരയിൽ ഇലക്ട്രിക് ലൈനിൽ തെങ്ങു വീണു. അരിയാക്കുൽ ഋഷിക്കരയിൽ ഒടക്കാത്ത സന്തോഷിന്റെ വാഴകൃഷിയും ഭാഗികമായി നശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ, വാർഡംഗം KK മോഹൻകുമാർ, K ജയരാജൻ മാസ്റ്റർ, KE മോഹനൻ മാസ്റ്റർ എന്നിവർ സ്ഥലങ്ങൾ സന്ദർശിച്ചു.
കനത്ത കാറ്റിലും മഴയിലും പള്ളിക്കുനി അമ്പലത്തിന് സമീപം KCB പോസ്റ്റിന് മുകളിൽ തെങ്ങ് വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. ഇതിനെ തുടർന്ന് പ്രദേശത്ത് വൈദ്യുതി മുടങ്ങി. പള്ളിക്കുനി അമ്പലത്തിന് സമീപം KCB പോസ്റ്റിന് മുകളിൽ തെങ്ങ് വീണ് വൈദ്യുതി ബന്ധം തകരാറിലായി. നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് KCB ഉദ്യോഗസ്ഥരും സന്നദ്ധ പ്രവർത്തകരും സ്ഥലത്തെത്തി തെങ്ങ് മുറിച്ചു മാറ്റി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പാനൂർ നഗരസഭ 1-ാം വാർഡിൽ രാവിലെ ഉണ്ടായ ചുഴലിക്കാറ്റിൽ വൻ കൃഷിനാശം. ചെറിയ കാളാച്ചേരി സതീശന്റെ കുലച്ച 60 നേന്ത്രവാഴകൾ കാറ്റിൽ നിലംപൊത്തി. ഇന്നലെയുണ്ടായ ചുഴലിക്കാറ്റിൽ 50-60ഓളം വാഴകളാണ് എൻ്റെ നശിച്ചത്. അതും എല്ലാം കുലച്ച് ഇതായത് നല്ല രീതിയിൽ മുട്ടുകൊടുത്തിട്ടും കെട്ടിയിട്ടും ആണ് ഇത് സംഭവിച്ചത്. വലിയൊരു നഷ്ടമാണ്. എൻ്റെ വേർപ്പിൻ്റെ അധ്വാനമാണിത്. 8 മാസമായി ഈ വാഴ കൃഷിയോട് ഇതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃഷി നല്ല രീതിയിൽ വളം കൊടുത്തിട്ടും വെള്ളം കോരിയും മൊത്തത്തിൽ ഒരു അധ്വാനത്തിൻ്റെ ഒരു വേർപ്പിൻ്റെയും കൂടി ഒരു ഇതാണ് ഇവിടെ സംഭവിച്ചത്. അതിന് സർക്കാർ അതിൻ്റെ ഒരു ധനസഹായം എന്ന രീതിയിലോ നല്ല നഷ്ടത്തിൻ്റെ ഒരു ഇതെന്ന നിലയിൽ കൃഷി വകുപ്പും ഇതാക്കിയിട്ട് എനിക്കൊന്ന് ചെയ്തു തരണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കർഷകർക്കുള്ള ധനസഹായം സർക്കാർ തന്നെ ചെയ്യണമെന്നാണ് എനിക്കൊരു അഭിപ്രായം പറയുന്നത്. അത് മാത്രമല്ല, ഇത് എൻ്റെ കൂടിയല്ല, പല കർഷകരും ഉണ്ടാകുന്ന ഒരു വേദനാജനകമായൊരു സംഭവമാണിത്. പലയിടങ്ങളിലും പല സംഭവങ്ങളും വാഴയായിട്ടും തെങ്ങായിട്ടും കഴുങ്ങായിട്ടും പലതും പൊട്ടിയിട്ടുണ്ട്. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ഭാവി വികസനം ലക്ഷ്യമാക്കി 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി പ്രപ്പോസൽ സമർപ്പിക്കും. തലശ്ശേരി ജനറൽ ആശുപത്രി നഗരമധ്യത്തിൽ നിന്നും കണ്ടിക്കലിൽ പണി പുരോഗമിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനം. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ഭാവി വികസനം ലക്ഷ്യമാക്കി 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്നതിന് അടിയന്തരമായി പ്രപ്പോസൽ സമർപ്പിക്കും. തലശ്ശേരി ജനറൽ ആശുപത്രി നഗരമധ്യത്തിൽ നിന്നും കണ്ടിക്കലിൽ പണി പുരോഗമിക്കുന്ന അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് സമീപത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടികളുമായി ബന്ധപ്പെട്ട് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ അധ്യക്ഷതയിൽ സ്പീക്കറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഷിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട് ലഭ്യമാക്കിയ തുകയിൽ ഭൂമി നിരപ്പാക്കുന്നതിനും കോമ്പൗണ്ട് വാൾ പണിയുന്നതിനും ടെൻഡർ നടപടികൾ പൂർത്തിയായെന്നും 5.3 കോടി രൂപയാണ് അതിനുള്ള എസ്റ്റിമേറ്റ് എന്നും ബാക്കി 4.7 കോടി രൂപ പുതിയ ബ്ലോക്ക് പണിയുന്നതടക്കമുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനും തീരുമാനിച്ചു. നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതിനായി ആർക്കിടെക്ചർ ഡ്രോയിങ്ങും സ്ട്രക്ചറൽ ഡിസൈനും എസ്റ്റിമേറ്റും ജൂൺ മാസം അവസാനത്തോടെ തയ്യാറാക്കി ജൂലൈ മാസം ആദ്യ ആഴ്ച പ്രപ്പോസൽ സമർപ്പിക്കുന്നതിന് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്തെ ജനറൽ ആശുപത്രികളിലൊന്നായ തലശ്ശേരി ജനറൽ ആശുപത്രി പുതിയ സ്ഥലത്ത് പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ മലബാർ ക്യാൻസർ സെന്റർ, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി എന്നിവ സ്ഥിതി ചെയ്യുന്ന തിരുവങ്ങാട് കോടിയേരി മേഖല തലശ്ശേരിയുടെ മെഡിക്കൽ ഹബ്ബായി മാറുമെന്നും രോഗികൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആധുനിക ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാകുമെന്നും സ്പീക്കർ പറഞ്ഞു. ഹെൽത്ത് സർവീസസ് അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ ഷിനു, അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ സുകേഷ് രാജ്, പൊതുമരാമത്ത് ചീഫ് ആർക്കിടെക്ട് രാജീവ് PS, ബിൽഡിംഗ് വിഭാഗം ചീഫ് എഞ്ചിനീയർ L ബീന, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലജീഷ് കുമാർ, സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി T മനോഹരൻ നായർ, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിമാരായ M കുഞ്ഞുമോൻ, SK അർജുൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു.
കെ.പി. മോഹനൻ എം.എൽ.എയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ നേതൃത്വത്തിൽ ആദരം പരിപാടി സംഘടിപ്പിച്ചു. കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിൽ 2024-25 വർഷം +2 പരീക്ഷയിൽ എല്ലാ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. പാനൂർ PRM ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ.പി. മോഹനൻ എം.എൽ.എ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം നമുക്കറിയാം ഇന്ന് കലാരംഗത്ത്, കായിക രംഗത്ത്, വായന രംഗത്തൊക്കെ തന്നെ കുട്ടികൾ വളർന്നു വരികയാണ്. അതുകൊണ്ട് ഈ മണ്ഡലത്തിലെ 147 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞങ്ങൾ എല്ലാവർക്കും ഓരോ അലമാരിയും സ്പോർട്സ് കിറ്റും നൽകിയിരിക്കുകയാണ്. സ്പോർട്സ് കിറ്റിൽ ചെസ് ബോർഡുണ്ട്, അതുപോലെ സ്കിപ്പിംഗ് ഉണ്ട്, ഒപ്പം ഷട്ടിൽ ബാഡ്മിൻ്റൺ ഉണ്ട്, ഇതൊക്കെ തന്നെയുണ്ട്. അതൊക്കെ തന്നെ നൽകിയത് കുട്ടികൾ കായിക രംഗത്തേക്ക് വരുമ്പോൾ മറ്റ് നമുക്ക് ഹിതകരമല്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടമല്ലാത്ത കാര്യങ്ങളിൽ കുട്ടികൾ കിട്ടുന്നത്. അതുകൊണ്ടാണ് ആ കാര്യവുമായി മുന്നോട്ട് പോയത്. അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നന്നായിട്ട് തന്നെ നമ്മുടെ പാനൂർ ഉപജില്ലയിൽ പുതിയതായിട്ട് കളിസ്ഥലം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഒരു വിദ്യാലയത്തിനൊരു കളിസ്ഥലം. ആ വിദ്യാലയത്തിന് കളിസ്ഥലമുണ്ട്. കായിക രംഗത്തേക്ക് കുട്ടികൾ വരുമ്പോൾ മറ്റു കാര്യങ്ങളിലൊക്കെ തന്നെ കുട്ടികൾ മറന്നു നിൽക്കും. കലാരംഗത്ത് വരുമ്പോൾ കുട്ടികൾ നിൽക്കും. കുട്ടികൾക്ക് വായിക്കാൻ വേണ്ടി പുസ്തകവും നൽകുകയാണ്, വായനാശീലം വർദ്ധിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്ത് നൂതനമായ പരിപാടികളുമായി മുന്നോട്ട് പോകുന്ന ജ്യോതി സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി ഇന്നിവിടെ സൈലന്റ് ലേണിംഗ് ആപ്പിൻ്റെ സഹകരണത്തോടുകൂടി നമ്മുടെ കുട്ടി +2 ഉന്നത വിജയം കൈവരിച്ച അല്ലെങ്കിൽ +2 മുഴുവൻ വിഷയങ്ങളിൽ A+ നേടിയ കുട്ടികളൊക്കെ അനുമോദിക്കുകയാണ്. ആ അനുമോദന ചടങ്ങ് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഉദ്ഘാടനം ചെയ്യുന്നു, നിർത്തുന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ കെ.പി. ഹാഷിം അധ്യക്ഷനായി. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സക്കീന തക്കയിൽ, പാട്യം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ.പി. പ്രദീപ് കുമാർ, പാനൂർ നഗരസഭാ കൗൺസിലർ പി.കെ. പ്രവീൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ.പി. യൂസഫ്, സ്കൂൾ പ്രിൻസിപ്പൽ അജിതകുമാരി, കെ.ഇ. കുഞ്ഞബ്ദുള്ള, വി. സുരേന്ദ്രൻ, കെ.പി. രമേശ് ബാബു, ഇ. സുരേഷ് ബാബു, പി. ദിനേശൻ, കെ.കെ. ബാലൻ, പി.കെ. രാജൻ, സുരേഷ് കരോളിൽ, കെ. മുകുന്ദൻ, ബാങ്കിൽ ഹനീഫ എന്നിവർ സംസാരിച്ചു. സൈലം ലേണിംഗ് ആപ്പിന്റെ സഹകരണത്തോടെയാണ് മണ്ഡലത്തിലെ ഉന്നത വിജയികളെ ഉപഹാരം നൽകി അനുമോദിച്ചത്. ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ചെയ്യുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളും ഉപഹാരങ്ങളും നൽകും. കരിയാട് താവമ്പ്രം 21-ാം വാർഡ് ജനകീയ കമ്മിറ്റി നിർമ്മിച്ച ഭിന്നശേഷി സൗഹൃദ വീട് സമർപ്പണം കരിയാട് നടന്നു. പാനൂർ നഗരസഭാ ചെയർമാൻ കെ.പി. ഹാഷിം താക്കോൽദാനം നിർവഹിച്ചു. ചെറിയ രീതിയിൽ തുടങ്ങി ആ ഒരു കൂട്ടായ്മ, ഒരു വീട് എന്ന ഒരു സ്വപ്നം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. ഒരു ഭവനം എന്ന് കയറി കിടക്കാൻ, ഇരിക്കാൻ, സ്വസ്ഥമായൊന്ന് ഉറങ്ങാൻ ഒരു ഭവനം എന്ന് പറയുന്നത് ഓരോ ആളുകളുടെയും ജീവിത അഭിലാഷമാണ്. അത് പൂർത്തീകരിക്കാൻ സാധിക്കുക എന്നത് ഇന്നിന്റെ വർത്തമാന കാലത്ത് ഒരുപാട് പ്രയാസവുമാണ്, കഠിനാധ്വാനമാണ്. പക്ഷേ തന്റെ വൈകല്യങ്ങൾക്കപ്പുറത്ത് ആ വൈകല്യങ്ങളെ മറികടക്കാൻ കരുത്താകുന്ന ഒരു നാട്, ഒരു കൂട്ടായ്മ ഇവിടെ ഉണ്ട് എന്നത് എന്തായാലും സീമക്ക് സന്തോഷിക്കാം. ഞാനൊക്കെ ഈ കുറച്ചു കാലമായിട്ട് അങ്ങനെ ഒരു വഴിയിലൂടെ കടന്നു വന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ എന്നോട് പറയുന്നത് സൂക്ഷിക്കണേ എന്ന് പറയുകയാണ്. വാക്കർ പിടിച്ച് നിൽക്കുന്ന ഒരാള് ഒരു സ്റ്റിക്കുമായി നടക്കുന്ന എന്നോട് സൂക്ഷിക്കണേ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഹൃദയസ്പർശിയായ ഒരു മനസ്സിന്റെ ഉടമയാണ് എന്ന് ആ ചെറിയ നിമിഷം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഞാനല്ല വീഴാൻ പോകുന്നത്, എനിക്കറിയാം. കാരണം ഞാൻ വീൽ ചെയറിൽ നിന്ന്, ബെഡിൽ നിന്ന് വീൽ ചെയറിലേക്ക് വന്ന്, വീൽ ചെയറിൽ നിന്ന് വാക്കറിലേക്ക് വന്ന്, വാക്കറിൽ നിന്ന് സ്റ്റിക്കിലേക്ക് വന്നതാണ്. അപ്പോൾ വാക്കറിൽ നിൽക്കുന്ന ഒരാളാണ് എന്നോട് പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് പറയുന്നുവെങ്കിൽ മറ്റൊരാളുടെ ആരോഗ്യത്തെക്കുറിച്ച് എത്രമാത്രം ആശങ്ക ആ സഹോദരിക്കുണ്ട് എന്ന് ആ ശാരീരിക വൈകല്യം വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ച സീമയെ
21-ാം വാർഡിലെ ഭിന്നശേഷിക്കാരിയായ വളഞ്ഞപറമ്പത്ത് സീനയ്ക്ക് വേണ്ടിയാണ് വാർഡിലെ ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീട് നിർമ്മിച്ചു നൽകിയത്. വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ വാർഡ് കൌൺസിലറും ജനകീയ കമ്മിറ്റി ചെയർമാനുമായ NA കരീം അധ്യക്ഷനായി. ഉമൈസ തിരുവമ്പാടി, അൻസാർ അണിയാരം, അൻവർ കക്കാട്, PK രാജൻ, നാരായണൻ, TH ഇസ്മായിൽ കരിയാട്, രാജേഷ് K, ഡോക്ടർ മധുസൂദനൻ, V രാജൻ, ശബരി രാജൻ, അനീഷൻ മേസ്ത്രി, ഖാലിദ് പിലാവുള്ളതിൽ എന്നിവർ സംസാരിച്ചു. കൺവീനർ വിനോദ് കരിയാട് സ്വാഗതവും ജോയിന്റ് കൺവീനർ VV അഷ്റഫ് നന്ദിയും പറഞ്ഞു. യുദ്ധം ഒന്നിനും പരിഹാരമാവില്ലെന്നും അമ്മമാരെയും സഹോദരിമാരെയും അനാഥമാക്കാൻ മാത്രമേ അത് ഉപകരിക്കൂവെന്നും സ്പീക്കർ അഡ്വക്കേറ്റ് N ഷംസീർ. കോപ്പാലം യുവജന സാഹിത്യ സമാജം വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ കെട്ടിടോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു സ്പീക്കർ. സോഫിയ ഖുറേഷിക്കെതിരെ നടന്ന സൈബർ ആക്രമണം, ഈ രാജ്യത്തെ യുദ്ധം അവസാനിപ്പിക്കുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനം നടത്താൻ വന്ന ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്ക് നേരെ നടന്ന ട്രോളുകൾ, ടോക്സിക് ട്രോൾ എന്ന് പറയുന്നു. ടോക്സിക് ട്രോൾ നടത്തിയ പ്രയോഗം, അങ്ങേയറ്റം വിനാശകരമായ ട്രോളുകൾ, കുടുംബത്തെ ആക്ഷേപിക്കുന്നു, മകളെ ആക്ഷേപിക്കുന്നു. ഇത് ഈ രാജ്യത്തോട് സ്നേഹമുള്ളവരല്ല, മറിച്ച് ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണ്. രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് മാത്രമേ ഇത്തരം പരാമർശം നടത്താൻ സാധിക്കുകയുള്ളൂ. മുസ്ലിം ഹിന്ദു എന്ന വികാരം ആളിക്കത്തിച്ച് അവന്റെ മനസ്സിൽ ഭിന്നിപ്പുണ്ടാക്കി ആ രീതിയിൽ യുദ്ധം നേരിടാൻ വരുന്നവർ ഈ രാജ്യത്തിന്റെ ശത്രുക്കളാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് തീർച്ചയായും നാം യുദ്ധവിരുദ്ധ മുന്നിൽ അണിനിരക്കുന്നവരാണ്. നമ്മൾ സമാധാനത്തിന്റെ പക്ഷത്ത് നിലകൊണ്ടവരാണ്. നമ്മൾ യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധം ഈ രാജ്യത്ത് സമ്മാനിക്കുന്നത് അനാഥത്വം കൂറുന്ന കുഞ്ഞുങ്ങളെയാണ്, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാരെയാണ്, മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെയാണ്. അതുകൊണ്ട് യുദ്ധം ഒന്നിനും പരിഹാരമല്ല. യുദ്ധവിരുദ്ധ ആഹ്വാനങ്ങൾ നമുക്ക് എല്ലായ്പ്പോഴും നമുക്ക് ആഹ്വാനം ചെയ്യാൻ സാധിക്കണം. അതേസമയം ഭീകരവാദത്തിനെതിരെ കശ്മീരിന്റെ മലമടക്കിൽ നമ്മുടെ കൊല ചെയ്യപ്പെട്ട സഹോദരങ്ങളുടെ പക്ഷത്താണ് നമ്മൾ ഓരോരുത്തരും. ഭീകരവാദം ആര് നടത്തിയാലും തെറ്റാണെന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണം. അത് ഹിന്ദു ഭീകരവാദമാവട്ടെ, മുസ്ലിം ഭീകരവാദമാവട്ടെ, രണ്ട് ഭീകരവാദത്തെയും ഒരുപോലെ എതിർക്കുന്നവരാണ് ഇന്ത്യയുടെ ഇടതുപക്ഷം, ഒരുപോലെ എതിർക്കുന്നവർ. അതുകൊണ്ട് ഈ രണ്ട് ഭീകരവാദത്തിനുമെതിരെ ഭീകരവാദത്തിനെതിരായ പരിഹാരം കൾച്ചറൽ റെസിസ്റ്റൻസ് ആണ്, സാംസ്കാരിക പ്രതിരോധം. ആ സാംസ്കാരിക പ്രതിരോധമാണ് ഈ വായനശാല സംഘടിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നമ്മളെ വർഗീയമായി ചെയ്തിരിക്കാൻ ശ്രമിക്കുന്ന ഘട്ടത്തിൽ അതിനെതിരായ ചെറുത്തുനിൽപ്പ്, സാംസ്കാരിക ചെറുത്തുനിൽപ്പ്, ആ സാംസ്കാരിക ചെറുത്തുനിൽപ്പാണ് ഈ സാംസ്കാരിക സ്ഥാപനം നടത്തുന്നത്. അതിനെ അവരെ അഭിനന്ദിച്ചുകൊണ്ട് തലശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചർ അധ്യക്ഷയായി. ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി PK വിജയൻ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പവിത്രൻ മൊകേരി, നഗരസഭാംഗങ്ങളായ P ബിന്ദു, അഡ്വക്കേറ്റ് KM ശ്രീശൻ, തലശ്ശേരി സൗത്ത് മേഖല ലൈബ്രറി സമിതി കൺവീനർ U ബ്രിജേഷ്, വിജയൻ വെളിയമ്പ്ര, VC പ്രസാദ്, ഖാലിദ് മാസ്റ്റർ, V ലെവിൻ എന്നിവർ സംസാരിച്ചു. യുവജന സാഹിത്യ സമാജം വായനശാല സെക്രട്ടറി KP സുധാകരൻ സ്വാഗതവും പ്രസിഡന്റ് TM ദിനേശൻ നന്ദിയും പറഞ്ഞു. തുടർന്ന് കുട്ടികൾക്കുള്ള വിവിധ മത്സരങ്ങളും കലാപരിപാടികളും KPSC അവതരിപ്പിച്ച ഉമ്മാച്ചു നാടകവും അരങ്ങേറി. കണ്ടോത്ത് അച്യുതൻ മാസ്റ്റർ സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് വായനശാല പ്രവർത്തിക്കുന്നത്. രാജാറാം മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ നൽകിയ 10 ലക്ഷവും സ്പീക്കറുടെ MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച 6 ലക്ഷവും വായനശാലയുടെ തനത് ഫണ്ടും ഉൾപ്പെടെ 30 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വായനശാലയും ഗ്രന്ഥാലയവും പ്രവർത്തിക്കാനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും സൗകര്യമുള്ള വിശാലമായ ഇരുനില കെട്ടിടം ഒരുക്കിയത്. നിലവിൽ 7500ഓളം പുസ്തകങ്ങൾ ഗ്രന്ഥാലയത്തിലുണ്ട്. കണ്ണൂർ ജില്ലാ പഞ്ചായത്തിന്റെയും കണ്ണൂർ ജില്ലാ കുടുംബശ്രീ മിഷന്റെയും ആഭിമുഖ്യത്തിൽ കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ആരംഭിച്ച 100 വനിതകൾക്ക് കളരിപ്പയറ്റ് പരിശീലന പരിപാടി സമാപിച്ചു. ചെണ്ടയാട് ഗുരുദേവ സ്മാരകം UP സ്കൂൾ ഗ്രൗണ്ടിലാണ് പരിപാടി നടന്നത്. ചെണ്ടയാട് ഗുരുദേവ സ്മാരകം UP സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടി കുന്നോത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ലത ഉദ്ഘാടനം ചെയ്തു. ഈ 100 വനിതകൾ കിട്ടുമെന്നുള്ളൊരു പ്രയാസത്തിലായിരുന്നു. പക്ഷേ കളരി തുടക്കത്തിൽ തന്നെ എല്ലാ വനിതകളും നല്ല ആക്റ്റീവായിക്കൊണ്ട് തന്നെ അതിൽ നമുക്ക് എടുത്തു പറയാൻ നമ്മുടെ പഞ്ചായത്ത് ജനപ്രതിനിധികളായിട്ടുള്ള 2 മെമ്പർമാർ ഇതിലുണ്ട്. ഇത്രയും തിരക്കിനിടയിലും അവർ ഇത് ഏറ്റെടുത്ത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നതിൽ നല്ല
അഭിമാനം തോന്നുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സദാശിവൻ ഗുരുക്കള നമുക്കറിയാം. ഇതിനു മുന്നേയും ഇവിടെ കളരിപ്പയറ്റിൽ അഭ്യസിപ്പിച്ച ഈ സദാശിവൻ ഗുരുക്കളെ പറ്റിയും നമുക്കറിയാം. അപ്പൊ അത്തരത്തിൽ നമ്മുടെ സ്ത്രീകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം നമ്മുടെ കലാപരിപാടികൾ തന്നെ ഇപ്പൊ എടുത്ത് പരിശോധിച്ചാല് നമ്മുടെ സ്ത്രീകളാണ് മുന്നിൽ നിൽക്കുന്നത്. നമ്മുടെ യുവാക്കളൊക്കെ പ്രത്യേകിച്ചും നമ്മുടെ ഈ കാലഘട്ടത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇത്തരം പരിപാടികൾ, ഇത്തരം മഞ്ഞിൽ നിന്ന് പോകുന്ന നമുക്ക് കളരിയെ പറ്റി പറയാം. ആയോധന കല ചരിത്രത്തോളം പഴക്കം കൊണ്ട് നമ്മുടെ കളരിപ്പയറ്റ്. ആ രീതിയിൽ ഇത്തരത്തിലുള്ള അന്യം നിന്ന ഈ കലാരൂപങ്ങൾ നമുക്ക് ഈ പ്രദേശത്ത് നമുക്കത് കൂട്ടായ്മയിൽ സംഘടിപ്പിച്ചു കൊണ്ടുവരണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ കൂട്ടായ്മയിൽ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കൂ. പരിശീലനം നേടിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അവർ നിർവഹിച്ചു. രണ്ടാം വാർഡംഗം എം ഉഷ അധ്യക്ഷയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ അനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചന്ദ്രിക പതിയന്റെവിട, വാർഡംഗങ്ങളായ ഗിരീഷ് പോതിയാൽ, സുജില എൻ കെ ഫസീല, കെ ജിഷ എന്നിവരും കളരി പരിശീലകനായ സദാശിവൻ ഗുരുക്കൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ പി രാമചന്ദ്രൻ മാസ്റ്റർ, പ്രജീഷ് പന്നത്ത്, കെ രാജൻ, കെ പി സജീവ് കുമാർ, എം വി ജയൻ, അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ വിജിത് കെ എന്നിവർ സംസാരിച്ചു. 20-ാം വാർഡംഗം എം ബീന സ്വാഗതവും CDS അംഗം ജിനിഷ നന്ദിയും പറഞ്ഞു. തുടർന്ന് വനിതകളുടെ കളരിപ്പയറ്റ് പ്രദർശനവും നടന്നു. ജില്ലാ പഞ്ചായത്തിന് കീഴിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് 100 വനിതകൾക്ക് കളരി പരിശീലനം നടത്തുന്ന പദ്ധതി നടത്തുന്നത്. ഗിരീഷ് കർണാടിക് അവാർഡ് ജേതാവ് വേണു മാസ്റ്റർ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. GP വിനോദൻ അധ്യക്ഷനായി. മനോജ് കുട്ടൻ സ്വാഗതം പറഞ്ഞു. GP വിനോദൻ സംസാരിച്ചു. വിവിധ പരീക്ഷകളിൽ ജേതാക്കളായവരെയും വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെയും ഉപഹാരം നൽകി ആദരിച്ചു. തിരിഞ്ഞു വലിഞ്ഞവൻ ഇടത്തേത് എടുത്തു നോക്കി ചാടിക്കെട്ടി അമർന്നാടിയലാണ്. ചവിട്ടി വലിഞ്ഞവൻ തെരുത്ത് മാറി അമർന്ന് തെരുത്ത് മാറി തെരുത്ത് കേരി അമർന്നല്ലാണ്, അമരണല്ലാണ്. തെരുത്ത് കേരി വലത്ത് ചവിട്ടി ഇടത്ത് തൂക്കി മാറി വൈവാഹി പൊങ്ങിയവൻ. വലത്ത് നേരെ തിരിഞ്ഞു ചവിട്ടി വലിഞ്ഞവൻ വലത്ത് മാറി അമർന്ന് നീവർ ഇടത്തേത് എടുത്തു നോക്കി ചാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞാടിക്കെട്ടി ചവിട്ടി വലിഞ്ഞവൻ തെരുത്ത് മാറി വയോട്ടേക്ക് തെരുത്ത് മാറി തെരുത്ത് കേരിയവൻ. കതിരൂർ സർവീസ് സഹകരണ ബാങ്കിലെ ജീവനക്കാർക്കായി ഹിന്ദി പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. നയി ശുരുആത് എന്ന പേരിൽ കതിരൂർ ബാങ്ക് ഹാളിലാണ് പരിശീലനം നടന്നത്. സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം കെ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിക്ഷേപം കിട്ടിയായിട്ടുള്ള വായ്പ പോകും. അപ്പൊ ഇവിടുത്തെ പണം ഇവിടെ തന്നെ ഉപയോഗിക്കും. അവരങ്ങനെയല്ല. അപ്പൊ അവർക്ക് കോർപ്പറേറ്റുകൾക്ക് വായ്പ കൊടുക്കാൻ പണം വേണമെങ്കിൽ നിക്ഷേപം കൂടും. നിക്ഷേപം പോകുന്നില്ല. അവർക്ക് മുഖ്യ ശത്രുവും സഹകരണ ബാങ്കുകളാണ്. അതിനെ തകർക്കാൻ എന്തെല്ലാം മാർഗം സ്വീകരിക്കാമോ അതൊക്കെ സ്വീകരിക്കുന്നതിൽ എവിടെ ആവശ്യം ഇപ്പോൾ എടുക്കുകയാണ്. നിങ്ങളുടെ ഓർമ്മയുണ്ടാവില്ല, നോട്ട് നിരോധിക്കപ്പെട്ട കാലത്ത് നമ്മുടെ ഒരു പത്രം അവിടെ സത്യം, സ്വന്തം, സ്വാതന്ത്ര്യം ഈ തലമാനികൾ എഴുതി വെച്ചവരാണ്. അങ്ങനെ സത്യം, സമത്വം, സ്വാതന്ത്ര്യം എഴുതി വെച്ച പത്രം തുടർച്ചയായി സഹകരണ ഭീമിനെ കുറിച്ച് പറഞ്ഞത്
ബാങ്ക് പ്രസിഡന്റ് ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി പി സുരേഷ് ബാബു, എം രാജേഷ് ബാബു, ബാങ്ക് ഡയറക്ടർമാരായ കെ മഫീദ, ആലക്കാടൻ രമേശൻ, സി എച്ച് ഷിഗിൻ എന്നിവർ സംസാരിച്ചു. ഹിന്ദി മുൻ സ്റ്റേറ്റ് റിസോഴ്സ് പേഴ്സൺ എം രവി, എ കെ സതീഷ് ബാബു എന്നിവർ ക്ലാസ് എടുത്തു. CPIM മുൻ പെരിങ്ങളം ലോക്കൽ സെക്രട്ടറിയും സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യവുമായിരുന്ന KK അനൂപ് കുമാറിന്റെ 6ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ദിനാചരണത്തിന്റെ ഭാഗമായി കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല കേന്ദ്രീകരിച്ച് അനുസ്മരണ റാലിയും സൗത്ത് കണ്ണമ്പള്ളിയിൽ അനുസ്മരണ യോഗവും നടന്നു. സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചനയും നടന്നു. CPM പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി PP ജാബിർ അധ്യക്ഷനായി. CPM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം KK സുധീർ കുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. വളരെ ഹൃദ്യമായ സൗമ്യമായ പെരുമാറ്റത്തിലൂടെയാണ് ജനഹൃദയങ്ങളിൽ സഖാവ് സ്ഥാനം പിടിച്ചിട്ടുള്ളത്. DYFIയുടെ ബ്ലോക്ക് കമ്മിറ്റി അംഗം എന്ന നിലയിലും പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിലും ആ സഖാവുമായി വ്യക്തിപരമായി വളരെയേറെ അടുത്ത ബന്ധമുണ്ട്. ഇവിടെ കൂടിയിട്ടുള്ള ചെറിയ കുഞ്ഞുങ്ങളൊഴികെ, പുതിയ തലമുറയിൽപ്പെട്ടിരിക്കുന്ന ആളുകളൊഴികെ മറ്റുള്ള എല്ലാവർക്കും സഖാവ് അനൂപുമായി അത്തരം ബന്ധമുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ പ്രിയപ്പെട്ട സഖാവ് പെരിങ്ങളം ലോക്കലിൽ പാർട്ടിയും വർഗഭോജന പ്രസ്ഥാനങ്ങളും കെട്ടിപ്പടുക്കുന്നതിൽ വലിയ സംഭാവനയാണ് നൽകിയിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഏരിയയിൽ ബഹുജന സ്വാധീനത്തിൻ്റെ കാര്യത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ പെരിങ്ങളം ലോക്കലിലെ പാർട്ടിക്ക് സാധിച്ചിട്ടുണ്ട്. ഷീബ കണ്ണമ്പ്രത്ത് സ്വാഗതം പറഞ്ഞു. സൗത്ത് കണ്ണമ്പള്ളിയിൽ നിർമ്മിച്ച KK അനൂപ് കുമാർ സ്മാരക മന്ദിരം മെയ് 26 വൈകിട്ട് 6 മണിക്ക് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് A. റഹീം MP ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക കേന്ദ്രം CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P. ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗം N. അനൂപ് അധ്യക്ഷനാവും. CPIM പാനൂർ ഏരിയ സെക്രട്ടറി K. കുഞ്ഞബ്ദുള്ള ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. അനൂപ് കുമാർ സാംസ്കാരിക വേദി ലോഗോ പ്രകാശനം CPIM പെരിങ്ങളം ലോക്കൽ സെക്രട്ടറി PP ജാബിർ നിർവഹിക്കും. പാനൂർ നഗരസഭാ കൗൺസിലർമാരായ K. ദാസൻ, ഷീബ കണ്ണമ്പ്രത്ത്, ETK ബാബു, KP രാജൻ എന്നിവർ സംസാരിക്കും. മനീഷ് കണ്ണമ്പള്ളി സ്വാഗതവും ബിപിൻ മനത്താനത്ത് നന്ദിയും പറയും. ഗാനമേള, പ്രദേശത്തെ യുവതി യുവാക്കൾ അണിനിരക്കുന്ന ഡസ്ലിംഗ് നൈറ്റ്, 2K25 എന്നീ പരിപാടികളും നടക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. Amrita Vidyalayam, Punnol, Talasheri, one of the top CBC schools in Kannur district. Daily meditation and assembly, 20 bus routes, advanced lab for physics, chemistry, biology, mathematics and computer science. Atal Tinkering Lab focuses on robotics. Extra co-curricular activities like music, dance, keyboard, guitar, taekwondo, chess and football. Yoga training for physical health. Lively KG room, activity room and playroom. Library with 8,000 plus books. Digitalized classrooms. Hygienic and pure vegetarian canteen. For admission, please contact 0490-235-7777. മാഹി മലയാള കലാഗ്രാമം അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. ഭരതനാട്യം, കുച്ചിപ്പുടി, കർണാട്ടിക് സംഗീതം, വായ്പാട്ട്, വയലിൻ, മൃദംഗം, പെയിന്റിംഗ്, മ്യൂറൽ പെയിന്റിംഗ്, യോഗ എന്നീ വിഷയങ്ങളിൽ അധിക ബാച്ചിലേക്കുള്ള പ്രവേശനം തുടരുന്നു. ഫോൺ 0490-233-2961, 8075-099-346, 9447-646-125.
സ്ട്രോക്കിനെ ഫാസ്റ്റായി നേരിടാൻ ആസ്റ്റമിംസ് കണ്ണൂർ. ശരീരത്തിന്റെ ഒരു വശം പെട്ടെന്ന് തളർന്നു പോവുക, സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട്, മുഖം ഒരു വശത്തേക്ക് കോടിപ്പോവുക, ബോധക്ഷയം തുടങ്ങിയവ സ്ട്രോക്കിന്റെ ലക്ഷണങ്ങളാണ്. ശ്രദ്ധിക്കുക, ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. സ്ട്രോക്കിന് കാരണമായ രക്തക്കട്ടുകളെ എടുത്തുമാറ്റുന്ന സ്റ്റെൻഡിംഗ് രീതിയായ മെക്കാനിക്കൽ ട്രോംബക്ടമി പെട്ടെന്നുള്ള രോഗമുക്തിക്ക് ഫലപ്രദമായ ചികിത്സാ രീതിയാണ്. സ്ട്രോക്ക് ചികിത്സയിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള എല്ലാ ചികിത്സാ രീതികളും സമന്വയിപ്പിച്ച ഉത്തര മലബാറിലെ 24/7 സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ആസ്റ്റമിംസ് കണ്ണൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. തിരികെ വാർത്തകളിലേക്ക്. കതിരൂർ വിന്നേഴ്സ് ക്ലബ് ആൻഡ് ലൈബ്രറിയിൽ വിന്നേഴ്സ് പ്രതിഭ പോയിന്റ് 2 കുട്ടികൾ നയിക്കുന്ന പുസ്തക ചർച്ച മോർഫ്യൂസ് നോവൽ സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിലാണ് പരിപാടി നടന്നത്. തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി പൗത്രൻ മൊഗേരി ഉദ്ഘാടനം ചെയ്തു. ഇപ്പോൾ എല്ലാ ആളുകൾക്കും ഒരേ പുസ്തകം വായിക്കാൻ കിട്ടി എന്ന് തോന്നുന്നില്ല. ഇവർക്കെല്ലാം കിട്ടിയോ എന്ന് എനിക്ക് അറിയുകയില്ല. പക്ഷെ ഒരു പുസ്തക വായനയിലൂടെ, പുസ്തക ചർച്ചയിലൂടെ അതിൻ്റെ എസൻസ് എന്താണ് പുസ്തകം പറയുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ആശയ വ്യക്തതയും ആശയത്തിൻ്റെ ഒരു പരസ്പരമുള്ള പങ്കുവെക്കലും ഒക്കെ അതിലൂടെ നടക്കും. വായനയുടെ രീതി ഇക്കാലത്ത് മാറിയിട്ടുണ്ട്. പുസ്തകം വായിക്കുന്നതിൻ്റെ സുഖവും അതിൻ്റെ ഒരു സൗന്ദര്യവും മനസ്സിൻ്റെ സൗന്ദര്യമാണ്, മറ്റൊന്നിനും കിട്ടില്ല. ഇപ്പോൾ ഗൂഗിളിലൊക്കെ തപ്പി നോക്കിയാൽ ഈ പുസ്തകവും അല്പമാത്രമായി ചിലതെല്ലാം പരാമർശിക്കുന്നുണ്ടാവാം. പക്ഷേ അതിൻ്റെ ആത്യന്തികമായ സൗന്ദര്യത്തോടുകൂടി ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കാൻ വായനയേ ഉള്ളൂ. വായനക്ക് പകരം നിൽക്കാൻ മറ്റൊന്നുമില്ല. എം രമേശ് ബാബു അധ്യക്ഷനായി. നോവലിസ്റ്റ് സോമൻ കടലൂർ, ഫ്രാൻസിസ് മാസ്റ്റർ, VK ഷാജി എന്നിവർ സംസാരിച്ചു. അവധിക്കാലത്ത് 5000 പേജ് വായിച്ചു തീർത്ത KP സഹനിക്ക് പവിത്രൻ മൊഗേരി പുസ്തകം കൈമാറി. PNR മീഡിയയുടെ ബാനറിൽ പാനൂർ ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ലഹരിക്കെതിരെയുള്ള ഷോർട്ട് ഫിലിം B സീരീസിന്റെ പ്രിവ്യൂ ഷോ നടന്നു.
പാനൂർ ഇൻസ്പയർ അക്കാദമിയിൽ നടന്ന പ്രിവ്യൂ ഷോയുടെ സ്വിച്ച് ഓൺ കർമ്മം പാനൂർ CI കെ സുധീർ നിർവഹിച്ചു. ആരുമില്ലല്ലേ ഞാൻ ഇറങ്ങാം. എടാ ഇനി ഒന്ന് വീഡിയോ എടുക്കണേ. വിജീഷ് കാരമ്മലും ഇൻസ്പയർ അക്കാദമിയും ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത്. മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണവുമായി നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രിവ്യൂ ഷോ സ്വിച്ച് ഓൺ കർമ്മം പാനൂർ CI കെ സുധീർ നിർവഹിച്ചു. ഈ ഒരു ഷോർട്ട് ഫിലിമിന്റെ ഭാഗമാകാൻ ജനമേത്രി പോലീസിന്റെ കീഴിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ ആ ഷോർട്ട് ഫിലിം കണ്ടു. അതിൽ അഭിനയിച്ച ആരും പുതുക്കക്കാരാണെന്ന് ആ അഭിനയം കണ്ടാൽ പറയില്ല. തീർച്ചയായിട്ടും വളരെ നന്നായിട്ടുണ്ട് അഭിനയിച്ച എല്ലാവരും. ആരും മോശമാക്കിയിട്ടില്ല. ഭാവി വാഗ്ദാനങ്ങൾ തന്നെയാണ്. നമ്മൾ രാത്രി പട്രോളിംഗ് സമയത്ത് നമ്മൾ കാണാം, രാത്രി 1 മണി 2 മണി 3 മണിക്കൊക്കെ പല കടകളിലും ചെറുപ്പക്കാരല്ല കുട്ടികൾ പഠിക്കുന്ന +1 മുതൽ +2 അല്ലെങ്കിൽ ഡിഗ്രി പഠിക്കുന്ന അങ്ങനെ കുട്ടികൾ എന്തിനു വന്നതെന്ന് ചോദിച്ചാൽ അവരൊരു കാര്യമാണ്, ചായ കുടിക്കാൻ വന്നതെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ നമ്മുടെ നിയമവ്യവസ്ഥയിൽ നിന്നുകൊണ്ട് നമ്മൾ ചോദിച്ചിട്ട് ആ കുട്ടിയെ ഒരു ബോധവൽക്കരണം കൊടുത്തുകൊണ്ട് ആ സമയത്ത് പുറത്തിറങ്ങി നടക്കുന്നത് ദോഷമാണ്, ഇതിന്റെ ഭാവിയെ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ തിരുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അനിൽ പാനൂരാണ് ചിത്രം സംവിധാനം ചെയ്തത്. ഇത് പൊന്തിനി നല്ലോണം തോന്നിയല്ലേ. ഇത് നടാ എടാ സത്യം പറയടാ, അപ്പുറത്ത് വിട്ട സാബോട്ടില്ലേ എനിക്ക് ഷേർട്ട് മറിച്ചെന്ന് ഒരു ഒരോടെ ഞാൻ പോക്കില്ല. അന്നേരം ഓരോ ഇവിടെ ഒരു സംഭവം കെട്ടിത്തരണ്ട്. എന്തിനാണ് കെട്ടിത്തരുത് പറ. എന്തോ ഒരു വെള്ളപ്പൊടി പോലത്തെ കുറെ പാക്കറ്റ് ഉണ്ടാവും. ഇത് സീരിയസ് ആക്കി എടുക്കേണ്ട കാര്യമെന്നാ തോന്നുന്നു. ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഇതിനായിട്ട് ആരോട് വാർത്തയില്ല. ഇല്ല നമുക്ക് പറയാൻ പേടിയാ. എനിക്ക് പാടാ പോട്ടെ. നാളെ ഇനി പോകുമ്പോ നമ്മളോട് പറയണേ, ബാക്കി കാര്യം നമ്മളേറ്റ്. രൂപേഷ് ഫോർച്യൂൺ അധ്യക്ഷനായി. അനിൽ പാനൂർ, MTK മോഹനൻ, രതീഷ് പാനൂർ, മുനീർ, രാജേഷ് മൊട്ടേമൽ എന്നിവരും പങ്കെടുത്തു. പാനൂർ UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ചിത്രത്തിൽ അഭിനയിച്ചത്. ജനിക, മനുപ്രിയ, ദേവദത്ത്, ആദികേശവ്, ശാന്തിലാൽ എന്നിവരെ കൂടാതെ SI സുഗിൻ നടുംബ്രം, രൂപേഷ് ഫോർച്യൂൺ, MTK മോഹനൻ, CP മുനീർ, രാജേഷ്, റജിൽ, അനൂപ്, പുഷ്പ മോഹൻ എന്നിവരും ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. തലശ്ശേരി മുസ്ലിം അസോസിയേഷൻ കോർഡിനേറ്റർ AP അഹമ്മദിന്റെ ശേഖരത്തിലുള്ള ഗ്രന്ഥശേഖരം TP കുട്ടിയാമു സാഹിബ് ലൈബ്രറിക്ക് സമർപ്പിച്ചു. ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് റഷാദ് അഹമ്മദിൽ നിന്ന് ലൈബ്രറിയുടെ പ്രഥമ ലൈബ്രറിയൻ CT മുഹമ്മദ് അമീർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് റഷാദ് അഹമ്മദിൽ നിന്ന് ലൈബ്രറിയുടെ പ്രഥമ ലൈബ്രറിയൻ CT മുഹമ്മദ് അമീർ പുസ്തകങ്ങൾ ഏറ്റുവാങ്ങി. അസോസിയേഷന്റെ ആരംഭഘട്ടത്തിൽ ലൈബ്രറി അംഗങ്ങളും പ്രവർത്തകരുമായിരുന്നവരുടെ പേരുകൾ അടങ്ങിയ ചരിത്രഫലകം ലൈബ്രറിയിൽ TP ഹാഷിം ഹാജി അനാച്ഛാദനം ചെയ്തു. ചടങ്ങിൽ പ്രസിഡന്റ് TP മുഹമ്മദ് അധ്യക്ഷനായി. മൂസിൻ മുനവർ, അഡ്വക്കേറ്റ് TP സാജിദ്, നഗരസഭ മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് MB മുഹമ്മദ് സലീം, റഷാദ് അഹമ്മദ്, CT മുഹമ്മദ് അമീർ എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി KP മുഹമ്മദ് റഫീഖ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് CKP റയീസ് നന്ദിയും പറഞ്ഞു. സുഖകരമാകുമാറാകട്ടെ. CT ബഷീർ, TP മായൻ, ഡോക്ടർ A മുർമുത്തി, KK മൂസ, KMA മുസ്തഫ, PV മഹ്മൂദ്, COT തുന്നിപ്പട്ടി, NN അഹമ്മദ് ഹാജി, CKP ചെറിയ മമ്മൂക്കേരി, മയലക്കര മമ്മൂട്ടി ഹാജി, PK അബൂബക്കർ, TP അബ്ദുൽ ഖാദർ, CT കുഞ്ഞുമൊയ്തു, O സുബൈർ, പിരിയാടി മഹ്മൂദ്, കോട്ടയക്കാരൻ അസീസ്, കയ്യാനത്ത് മഹ്മൂദ്, AP അലി. നാട്യാഞ്ജലി സ്കൂൾ ഓഫ് ഡാൻസ് പന്തക്കൽ, പാനൂർ യൂണിറ്റുകളിലെ കുടുംബാംഗങ്ങളിൽ നിന്നും LSS, USS, SSLC, +2 ഉന്നത വിജയികളെ അനുമോദിച്ചു. പാനൂർ വ്യാപാര ഭവനിലാണ് അനുമോദന ചടങ്ങ് നടന്നത്.
പാനൂർ വ്യാപാര ഭവനിൽ നടന്ന അനുമോദന ചടങ്ങ് KP മോഹനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും അദ്ദേഹം നിർവഹിച്ചു. രണ്ട് വർഷം കൊണ്ട് ഈ മണ്ഡലത്തിലെ മുതൽ 147 വിദ്യാലയങ്ങൾ പരസ്പരം ഉണ്ടാകുന്നു. ഇപ്പോൾ തന്നെ പാനൂർ വേലിയിൽ 13 പുതുതായി ആരംഭിച്ചു. ഇതൊക്കെ തന്നെ ഞാൻ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം കായിക രംഗത്ത്, കലാരംഗത്ത്, വായന രംഗത്തൊക്കെ തന്നെ കുട്ടികളെ പരിപോഷിപ്പിക്കാൻ സാധിക്കും. വായിക്കാൻ വേണ്ടി പുസ്തകവും കൊടുക്കുകയാണ്. ഇതൊക്കെ തന്നെ വായിക്കുന്നതില്ല, വായിക്കാൻ നമുക്ക് അറിവ് ലഭിക്കും. അറിവ് നന്നായിട്ട് ലഭിക്കും. നമ്മൾ കണ്ടതുകൊണ്ടോ കേട്ടതുകൊണ്ടോ അറിവ് ലഭിക്കില്ല. അപ്പൊ നമ്മൾ ഒക്കെ തന്നെ ചാനലുകൾ കാണുന്നവരാണ്. ചാനലുകളിൽ രാത്രിയൊക്കെ തന്നെ ഞാനൊക്കെ തന്നെ 11-12 വാർത്ത കഴിഞ്ഞാലാണ് കിടന്നുറങ്ങുന്നത്. പക്ഷെ വാർത്ത കഴിഞ്ഞാൽ കാലത്ത് 5:30 മണിക്ക് എന്റെ പത്രം കൊണ്ടുവരുന്ന പത്രം എത്തിയില്ലെങ്കിൽ വല്ലാത്തൊരു എന്തൊരു നഷ്ടബോധമാണ്. പ്രശസ്ത നാടക കഥാകൃത്ത് രാജേന്ദ്രൻ തായാട്ട് മുഖ്യാതിഥിയായി. നമുക്ക് ഭരതനാട്യമായി കഴിഞ്ഞാലും മോഹിനിയാട്ടമായി കഴിഞ്ഞാലും ഏത് നൃത്ത വിഭാഗമായി കഴിഞ്ഞാലും അതുപോലെ നാടകമായി കഴിഞ്ഞാലും നമ്മൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഉണ്ടാകുമ്പോൾ ഒരുപാട് സംഗതികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഒരു നൃത്തക്കാരി എന്ന് പറയുന്നത് നൃത്തക്കാരെന്ന നൃത്തക്കാരൻ അങ്ങനെ പറയാൻ ഞാൻ ഒരു 5 വർഷം നൃത്തം പഠിച്ച ആളാണ്, പഠിക്കുന്നതാണ്. ഉമാനാഥ് പന്തക്കൽ അധ്യക്ഷനായി. ബ്രിജിത അമൃതരാജ്, ഗീത സുരേഷ് എന്നിവർ സംസാരിച്ചു. സുരേഷ് ചെണ്ടയാട് സ്വാഗതവും രഹിന നന്ദിയും പറഞ്ഞു. തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് 17-ാം വാർഡ് ഗ്രാമസഭയും വാർഡിൽ നിന്നും വിവിധ മേഖലകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ ചടങ്ങും നടന്നു. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. വാർഡംഗവും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ കോയമ്പ്രത്ത് ഇസ്മായിൽ മാസ്റ്റർ LSS വിജയികളെയും USS വിജയികളെയും SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും ആദരിച്ചു. എനിക്ക് തോന്നുന്നത് ഞാൻ 10 ആളുകൾക്ക് ഇതുപോലെ അവാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ +2 A+ വാങ്ങിയതൊന്ന് നമ്മുടെ മഞ്ഞപ്പന്തത്തിൽ എത്തിക്കാതെ മുഹമ്മദ് ഷാമിദ് ഇസ്മായിൽ മാത്രം. ബാക്കിയൊന്നും SSLCക്ക് A+ ആണെങ്കിലും +2 A+ കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ SSLCക്കുള്ള പഠനം പിന്നെ +2 എത്തുമ്പോൾ കുറഞ്ഞു പോകണം. പിന്നെ കമ്പനിയാവും, ടീമാവും, പിന്നെ 2 കൊല്ലം കളിച്ചുകളി തന്നെയായിരിക്കും. അപ്പൊ അങ്ങനെ ആവാൻ പാടില്ല എന്നാ പറയുന്നത്. നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ക്യാമ്പസും നല്ല സ്ഥാപനവും തിരഞ്ഞെടുക്കുക. ഇപ്പൊ ലഹരിയുടെ പ്രശ്നങ്ങൾ വല്ലാണ്ടില്ല. ഏത് സ്ഥാപനങ്ങളും ഇപ്പൊ കടവത്തൂര് PKM മാത്രമാണ്. കഴിഞ്ഞ ദിവസം നമ്മള് കൂത്തൂർ പ്രൈമിലെ കോളേജ് സ്റ്റേഷനിൽ മീറ്റിംഗ് കിട്ടിയിരുന്നു. അപ്പൊ ഞാനും പങ്കെടുത്തു. അപ്പൊ അതില് നമ്മുടെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ മിക്ക സ്ഥാപനങ്ങളും ലഹരിക്ക് ഒതുങ്ങിയതാണ്. പക്ഷെ PKM ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാം. നമ്മൾ അറിയാതെ കുട്ടികൾ അത് പെട്ടുപോകുന്നുണ്ട്. 2025-26 വാർഷിക പദ്ധതി വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള മുൻഗണനാ ലിസ്റ്റ് അംഗീകരിക്കുന്നതിനായാണ് ഗ്രാമസഭ ചേർന്നത്. ഗ്രാമസഭാ കോർഡിനേറ്റർ P. ബാബിഷ, TP ഹരീഷ് മാസ്റ്റർ, റൌഫ് കാവുളതിൽ, PV ഉസ്മാൻ, അഷ്കർ തറാൽ, സിദ്ദിഖ് തറാൽ, ആരിഫ VK, TP രജീഷ്, ഉസ്മാൻ കുന്നോത്ത്, മനോജ് കുമാർ KK, VP അബൂബക്കർ, MB ലത്തീഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കരാത്തെ എന്ന ആയോധന കല ജീവിത ഭാഗമാക്കിയാൽ ആരോഗ്യമുള്ള ശരീരത്തോടൊപ്പം ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കുമെന്ന് ജപ്പാനിലെ നിഹോൺ ഷോട്ടോക്കാൻ കരാത്തെ ഫെഡറേഷൻ ചീഫും ജപ്പാൻ കരാത്തെ അസോസിയേഷന്റെ മുൻ ലോക കരാത്തെ ചാമ്പ്യൻ കൂടിയായ ഷുസേക്കി ഷിഹാൻ പെമ്പ തമാങ്. തലശ്ശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ വീനസ് കോർണറിലെ സ്പോർട്സ് അറീന ഇൻഡോർ സ്റ്റേഡിയത്തിൽ 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കരാത്തെ സെമിനാറിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
സെമിനാറിൽ പങ്കെടുക്കുന്നതിനോടൊപ്പം ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂൾ വിദ്യാർത്ഥികളുടെ ബ്ലാക്ക് ബെൽറ്റ് ഗ്രേഡിംഗ് നടത്തുന്നതിനുമായാണ് അദ്ദേഹം ജപ്പാനിൽ നിന്നും എത്തിയത്. ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂളിൽ ഏറ്റവും കുറഞ്ഞത് 5 വർഷമോ അതിലധികമോ കാലം കരാത്തെ പരിശീലനം നേടിയവരെ മാത്രമാണ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് പങ്കെടുക്കാനായി പരിഗണിക്കുന്നത്. ഇത്തവണ ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂളിന്റെ വിവിധ ശാഖകളിൽ നിന്നായി 65 പേരാണ് ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിൽ പങ്കെടുത്തത്. കഴിഞ്ഞ വർഷത്തെ ബ്ലാക്ക് ബെൽറ്റ് യോഗ്യരായവരുടെ ജപ്പാൻ ഫെഡറേഷന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. പിണറായി PK പങ്കജാക്ഷൻ 4ാമത്തെ ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റിന് അർഹനായി. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ അസിസ്റ്റന്റ് ഡയറക്ടറും ഇന്ത്യൻ റെസ്ലിംഗ് ടീം പരിശീലകനുമായ TC മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ റോളർ സ്കേറ്റിംഗ് അസോസിയേഷൻ പ്രസിഡന്റും ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗവുമായ KV ഗോകുൽദാസ് അധ്യക്ഷനായി. ചൂരൈ ചന്ദ്രൻ മാസ്റ്റർ, മുകുന്ദൻ മഠത്തിൽ, സജീവ് മാണിയത്ത്, നിഹോൺ ഷോട്ടോക്കൻ കരാത്തെ ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് ചന്ദ്രബാനു, പരേഗ് യാദവ്, അന്തർദേശീയ സീനിയർ ജൂഡോ താരം തോക്ചോം, നിഷികാന്ത മെയ്തൈ എന്നിവർ സംസാരിച്ചു. നിഹോൺ ഷോട്ടോക്കൻ കരാത്തെ ഫെഡറേഷൻ കേരളയുടെ ചീഫും ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂൾ സ്ഥാപകനുമായ സെൻസൈ CN മുരളി സ്വാഗതവും ജാപ്പനീസ് ബൂഡോ കരാത്തെ സ്കൂൾ ഇന്റർനാഷണൽ സീനിയർ പരിശീലകൻ N രാജീവ് നന്ദിയും പറഞ്ഞു. കാലം തേടുന്ന ഇസ്ലാഹ് എന്ന പ്രമേയത്തിൽ KNM മർക്കസുദാവ പാനൂർ മണ്ഡലം പഠന ക്യാമ്പ് താഴേച്ചമ്പാട് സംഘടിപ്പിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇസ്മയിൽ കരിയാട് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇസ്മയിൽ കരിയാട് ഉദ്ഘാടനം ചെയ്തു. ഒരു നവോത്ഥാനത്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇതിനൊരു വ്യതിരിക്തത നമുക്ക് ഇന്ന് നാം കാണുന്ന ഇന്ത്യ നേരിടുന്ന, നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് പരസ്പരമുള്ള ഐക്യമില്ലായ്മയാണ്. മതത്തിന്റെ പേരിൽ പരസ്പരം മനുഷ്യർ അടിച്ചുകൊണ്ടിരിക്കുന്ന, തല്ലിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇന്ത്യയുടെ 28 സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൽ കഴിഞ്ഞ ദിവസം മുസ്ലിമീങ്ങളായി എന്നതിന്റെ പേരിൽ മാത്രം നൂറുകണക്കിന് മനുഷ്യരുടെ വീടുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് തകർക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയാണ് ഇസ്ലാമിക് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച്, കേരളത്തിന്റെ പാരമ്പര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. കേരളം എന്തുകൊണ്ട് ഈ തരത്തിലുള്ള ഒരു സൗഹൃദത്തിന്റെ ഭൂമികയായി മാറിയെന്ന് ചോദിച്ചാൽ, ഇവിടേക്ക് ഇസ്ലാം കടന്നു വന്നത് സ്വഹാബത്തിന്റെ നാവുകളിലൂടെയായിരുന്നു. സ്വഹാബത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അവർ കടന്നു ചെന്ന പ്രദേശങ്ങളിലെ സാംസ്കാരികമായ ഔന്നിത്യത്തിലേക്ക് എത്തിക്കുന്നവരായിരുന്നു അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത്. അടിസ്ഥാനപരമായ ആദർശങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ ജനഗതിയുമായിട്ട് സംവദിച്ചുകൊണ്ട് അവരുമായി ഐക്യപ്പെട്ടു നിൽക്കുന്ന കാഴ്ചയാണ് എവിടെയൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തിന്റെ നാവിലൂടെ ഇസ്ലാം എത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ കാണുന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK മണിലാൽ മുഖ്യാതിഥിയായി. KNM മർക്കസുദാവ പാനൂർ മണ്ഡലം പ്രസിഡന്റ് ബാണോത്ത് അബൂബക്കർ അധ്യക്ഷനായി. അബ്ദുൽ കലാം ഒറ്റത്താണി, സാജിദ് പൊക്കുന്ന്, റാഫി പേരാമ്പ്ര, അലി മദനി മൊറയൂർ, CT ആയിഷ ഏഴോം, NK ഉമ്മർ, സാജിം ചമ്പാട് എന്നിവർ സംസാരിച്ചു. ഒരിടവേള കൂടി. इन पलकों पर रहना सजना, मेरा हार श्रृंगार तुम ही सजना. Family Wedding Center, the beginning of forever. കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ. School is among the trusted chambers who believes in meaning the service in betterment throughout history. MES is the right choice for kids to learn, shine and enlighten. Preschools are always a home-away feeling for most of the kids. But here, they are packed with all facilities where I'm sure no child would ever stay back home. Here, quality education is highly encouraged with affordable fee structures. So, build a child's future with MES Public School Panel. The admission for the next academic year is already started. If you need any details, please contact our school office.
PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. ഇത് നിന്റെ സ്കൂളിലേക്കുള്ള ആദ്യയാത്ര മാത്രമല്ല, നിന്റെ ഭാവിയിലേക്ക് കൂടിയുള്ള യാത്രയാണ്. എന്റെ പപ്പ എനിക്ക് നൽകിയ വിദ്യാഭ്യാസം പോലെ ഞാനും എന്റെ മകനു വേണ്ടി കണ്ടെത്തി എക്സൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ടു ബി എ പ്രൗഡ് ഫാദർ. എക്സൽ പബ്ലിക് സ്കൂൾ, ചാലക്കര, മാഹി. Answer to your child's future. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണനൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്ര കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന തലക്കെട്ടിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാനത്തെ 14 ജില്ലകളിലുമായി സംഘടിപ്പിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ പര്യടനത്തിന് പാനൂരിൽ സ്വീകരണം നൽകി. പാനൂർ ബസ് സ്റ്റാൻഡിൽ സ്വീകരണ പൊതുയോഗവും നടന്നു. പാനൂർ പൂക്കോത്തു നിന്നും ജാഥയ്ക്ക് സ്വീകരണം നൽകി പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് ആനയിച്ചു. യുവാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ റസാഖ് പാലേരിക്ക് ഹാരാർപ്പണം നടത്തി. പാനൂർ ബസ് സ്റ്റാൻഡ് ജംഗ്ഷനിൽ നടന്ന സ്വീകരണ പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, സംസ്ഥാന കമ്മിറ്റി അംഗം KV സഫീർ ഷാ എന്നിവർ സംസാരിച്ചു. സ്വീകരണ പൊതുസമ്മേളനത്തിൽ മണ്ഡലം യൂണിറ്റ് ഭാരവാഹികൾ, ബഹുജന സംഘടനാ നേതാക്കൾ തുടങ്ങിയവർ റസാഖ് പാലേരിക്ക് ഹാരാർപ്പണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജഹാൻ ഐച്ചേരി പരിപാടിയിൽ അധ്യക്ഷനായി. നിങ്ങൾ പുസ്തകം എഴുതിയാൽ നിങ്ങളെ അവർ ചുട്ടരിക്കും. നിങ്ങൾ നാട്ടിൽ പ്രതിശബ്ദങ്ങൾ മുഴക്കിയാൽ നിങ്ങളുടെ ശബ്ദത്തെ അവർ ഇല്ലാതാക്കും. ഇതാണ് വംശീയ ഫാസിസം. വംശീയ ഫാസിസം നരേന്ദ്രമോദിയുടെ ഭരണകൂടമായി മാറിയിട്ട് 11 വർഷം പിന്നിടുകയാണ്. ഒരു പതിറ്റാണ്ടിലധികം
ഈ ഭീകര രാക്ഷസ ഭരണം രാജ്യത്ത് നടക്കുകയാണ്. എന്താണ് ഈ നാട്ടിന് അവർ സംഭാവന ചെയ്തത് എന്ന് ചോദിച്ചാൽ, ഈ നാട്ടിനെ തന്നെ ഇല്ലാതാക്കുന്ന, ഈ രാജ്യത്തെ തന്നെ ഇല്ലാതാക്കുന്ന മതനിരപേക്ഷതയെ, ജനാധിപത്യത്തെ, ബഹുസ്വരതയെ, വൈവിധ്യത്തെ ഇല്ലാതാക്കുന്ന നിയമങ്ങൾ, NRC നിയമം മുതൽ ഏറ്റവും ഒടുവിൽ വഖഫ് നിയമ ഭേദഗതി വരെയുള്ളത് നമ്മുടെ മുമ്പാകെയുണ്ട്. തലശ്ശേരി നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ കാരുണ്യോത്സവ് സംഘടിപ്പിച്ചു. ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി നടന്നത്. വിദ്യാഭ്യാസ കാരുണ്യോത്സവത്തിന്റെ ഉദ്ഘാടനം തലശ്ശേരി നഗരസഭാ കൗൺസിലർ തബ്സം നിർവഹിച്ചു. നിലാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ VK സന്തോഷ് അധ്യക്ഷനായി. ചടങ്ങിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രമുഖ പ്രവാസി വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ അത്തോളിൽ വാസു വിദ്യാഭ്യാസ സന്ദേശം നൽകി. നിലാവ് രക്ഷാധികാരി KP സുരേഷ് ബാബു അനുഗ്രഹ പ്രഭാഷണം നടത്തി. കൗൺസിലർമാരായ ജിഷ ജയചന്ദ്രൻ, ഐറിൻ സ്റ്റീഫൻ, വിമൽ T വിൽസൺ, MP പ്രദീപ് എന്നിവർ സംസാരിച്ചു. നിലാവ് സെക്രട്ടറി ജനാർദ്ദനൻ K സ്വാഗതം പറഞ്ഞു. നിലാവിന്റെ പ്രവർത്തകരായ V സാജൻ, A ബിജി, C റഫീഖ്, നൌഫൽ, PM രാജീവൻ എന്നിവർ നേതൃത്വം നൽകി. ട്രഷറർ സജിത് കുമാർ VK നന്ദി പറഞ്ഞു. പാട്യം GHSSൽ ലഹരിക്കെതിരെ ബോധവൽക്കരണവും ശുചീകരണ പ്രവൃത്തിയും നടത്തി. പാട്യം GHSSൽ 1989 SSLC പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് പരിപാടി സംഘടിപ്പിച്ചത്. വിവിധ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ PTA പ്രസിഡന്റ് സുധീർ കുമാർ നിർവഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ സെക്രട്ടറി VP ഷിമിത് പരിപാടികൾ വിശദീകരിച്ചു. P സുരാജ്, AT സുജിത്ത്, TM ഷെർലി എന്നിവർ സംസാരിച്ചു. സ്കൂൾ പരിസരം ശുചീകരിക്കുകയും കാടുകൾ വെട്ടിത്തെളിച്ച് വിവിധ അലങ്കാര ചെടികളും പുഷ്പച്ചെടികളും നട്ട് പൂന്തോട്ടം നിർമ്മിച്ചു. ലഹരിക്കെതിരെ സ്കൂൾ കോമ്പൗണ്ടിൽ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിച്ചു. നിങ്ങൾ ഈ പാട്യം ഗവൺമെന്റ് ഹൈസ്കൂളിനെ വിദ്യത്തോട് ചേർത്ത് പിടിച്ചിരിക്കുകയാണെന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഈ ഞായറാഴ്ചയും രാവിലെ മുതൽ നിൽക്കാതെ മഴയത്ത് ഇവിടെ വന്ന് സ്കൂളിൻ്റെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികൾ ആയത് എന്നത് വളരെ അഭിമാനത്തോടുകൂടി PTA നിങ്ങളെ അഭിവാദ്യം ചെയ്യുകയാണ്. നിങ്ങൾ 3 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്തിട്ടുള്ളത്. ഒന്ന്, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ യുവാക്കളെയും വിദ്യാർത്ഥികളെയും കവർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണം. അതിൻ്റെ ഭാഗമായിട്ട് മനോഹരമായ വാക്യങ്ങൾ എഴുതിയ 4ഓളം ബോർഡുകൾ ഈ സ്കൂളും പരിസരത്തും സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ പുതിയ തലമുറയെ ലഹരിക്കെതിരായുള്ള പോരാട്ടത്തിൽ പങ്കാളികളാക്കുക എന്ന ഒരു പ്രധാനപ്പെട്ട ദൗത്യമാണ് നിങ്ങൾ ഏറ്റെടുത്തിട്ടുള്ളത്. മാങ്ങാട്ടിടം സൗഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ഉന്നത വിദ്യാഭ്യാസ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ദിശ എന്ന പേരിൽ നിർമ്മലഗിരി കോളേജിലാണ് പരിപാടി നടന്നത്. റിട്ടയർഡ് ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ KV ഉത്തമൻ ഉദ്ഘാടനം ചെയ്തു. സൗഹൃദവേദി പ്രസിഡന്റ് K നാണു അധ്യക്ഷനായി. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TK സെബാസ്റ്റ്യൻ മുഖ്യപ്രഭാഷണം നടത്തി. നിർമ്മലഗിരി കോളേജ് വികാരി ഫാദർ ഡോക്ടർ തോമസ് കൊച്ചുകരോട്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. പരിശീലകൻ പ്രദീപൻ മാലോത്ത്, ദിശ കോർഡിനേറ്റർ ബേബി ജോസഫ്, CK അഷ്റഫ്, CV പ്രീതൻ, അർച്ചന സത്യൻ, സത്യൻ വെള്ളോത്ത് തുടങ്ങിയവർ സംസാരിച്ചു. എഴുത്തു പരീക്ഷയിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന 8ാം തരത്തിൽ പഠിക്കുന്ന 40 കുട്ടികൾക്കാണ് പരിശീലനം നൽകുന്നത്. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനേക്ക് ആവശ്യമായ വ്യക്തിത്വ വികസനം, സഹവാസ ക്യാമ്പ് തുടങ്ങിയവയാണ് 1 വർഷത്തെ പരിശീലനത്തിന്റെ ഭാഗമായി നടത്തുന്നത്. കൂടാതെ രക്ഷിതാക്കൾക്കും ക്ലാസുകൾ സംഘടിപ്പിക്കും. പരിശീലനം പൂർണ്ണമായും സൗജന്യമായാണ് സൗഹൃദവേദി നടത്തുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ജില്ലയിൽ കനത്ത മഴ തുടരുന്നു. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിൽ. കൃത്രിമ ബുദ്ധി ഇനി എത്ര തന്നെ വികസിച്ചു വന്നാലും ലോകത്തിനു മുന്നിൽ സ്വാധീനം ചെലുത്തിയാലും തകരാതെ നിലനിൽക്കാൻ കലാകായിക സാംസ്കാരിക മേഖലകൾക്ക് കഴിയുമെന്ന് ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ. പീപ്പിൾസ് മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെന്റ് ലൈബ്രറികൾക്ക് നൽകുന്ന ഡെസ്ക്ടോപ്പുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. തലശ്ശേരി സീതി സാഹിബ് റോഡിൽ കെട്ടിയ കൊച്ചിൻ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് ഇടിഞ്ഞ് അപകടം. അശാസ്ത്രീയമായി നിർമ്മിച്ച വീട്ടുമതിലാണ് കനത്ത മഴയിൽ ഇടിഞ്ഞതെന്ന് നാട്ടുകാരുടെ ആരോപണം. തലശ്ശേരി ജനറൽ ആശുപത്രിയുടെ ഭാവി വികസനം ലക്ഷ്യമാക്കി 50 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നബാർഡ് സഹായത്തോടെ നടപ്പിലാക്കുന്നതിന്
അടിയന്തര പ്രപ്പോസൽ സമർപ്പിക്കും. തീരുമാനം നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീറിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.